ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിഷിംഗ് ക്രാഫ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മീൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നേരത്തെ നമ്മുടെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ ദിവസം പാറമടയിൽ നിന്ന് പിടിച്ചതാണ്. നമ്മൾ ഈ മീനെ ഇന്നൊന്ന് ഗ്രില്ല് ചെയ്ത് നോക്കാൻ പോവാം. നമ്മൾ ആദ്യമായിട്ടാണ് രോഹു ഗ്രില്ല് ചെയ്യുന്നത്. എന്തായാലും ഒന്നൊരു പരീക്ഷണമാണ്. ഒന്ന് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. നിങ്ങൾ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്കിനി ഇതൊന്ന് വെട്ടി റെഡിയാക്കിയെടുക്കാം. അടുത്തായിട്ട് നമുക്ക് മസാല ഉണ്ടാക്കിയേക്കാം. ഞങ്ങൾ ഈ ആമസോണിൽ നിന്ന് മസാല മേടിച്ചായിരുന്നു കേട്ടോ. ഫിഷ് മാരിനേറ്റിംഗ് മസാല എന്നാണ് എൻ്റെ പേര് കിടക്കുന്നത്. പിന്നെ നമ്മളിതിനകത്ത് ചേർക്കുന്നത് മുളക് പൊടി, 3 സ്പൂൺ മുളക് പൊടി ചേർക്കും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാരിനേറ്റിംഗ് മസാലയ്ക്കകത്ത് ഉപ്പുണ്ട് ഓൾറെഡി. പിന്നെ നമ്മൾ ഈ മസാല മിക്സ് ചെയ്യാനായിട്ട് വിനാഗിരിയാണ്, ചുറുക്കാന്ന് പറയും ചിലയിടത്ത്, വിനാഗിരിയാണ് യൂസ് ചെയ്യുന്നത്. ആ വിനാഗിരി ഒഴിച്ച് വേണം ഈ മസാല ശരിക്കും ഒരു കുഴഞ്ഞ പരുവത്തിൽ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂക്കി, അത് ആ മീനുമായിട്ടൊന്ന് പെരളാനായിട്ടാണ്. മസാല റെഡിയായി. ഇനി നമുക്ക് ആ മീനിലോട്ട് എടുക്കാം. എല്ലായിടത്തും ചെല്ലുന്ന പോലെ നല്ലപോലെ പെരട്ടണം. മൊത്തത്തിൽ ഒരു സൈഡ് പെരട്ടി കഴിയുമ്പോഴത്തേക്ക് നേരെ തിരിച്ചിട്ടിട്ട് നമ്മൾ അതിൻ്റെ വരഞ്ഞിട്ടുണ്ട് മീൻ, ആ വരഞ്ഞതിൻ്റെ ഇടയിലെല്ലാം കയറുന്ന പോലെ നല്ല രീതിയിൽ പെരട്ടി മൊത്തം എടുക്കുക. മൊത്തം എല്ലായിടത്തും ചെല്ലണം മസാല. നമ്മൾ മസാല പുരട്ടി ഒരു 1/2 മണിക്കൂർ വെച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഗ്രില്ലേക്ക് കയറ്റിയിട്ടുണ്ട്. നമ്മളിതിനകത്ത് കാണിക്കാൻ വിട്ടുപോയത്, നമ്മൾ ഇതിനകത്ത് ബട്ടർ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. ഗ്രില്ലേക്ക് കയറ്റി വെച്ചേക്കുന്ന സമയത്താണ് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് സംഭവം സെറ്റപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഇച്ചിരി ബുദ്ധിമുട്ടാണ് കഴിക്കൽ. അതിനകത്ത് കാര്യം മുള്ള ഉണ്ട്, രോഗമായ കാരണം. ഞാനിവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ നോക്കിയില്ല ഇതുവരെ. ഈ ഒരു പ്രശ്നമുണ്ട് ഇതിന്, മുള്ളായിരിക്കും. കൊള്ളാം, സൂപ്പർ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ബ്രെഡും ഉണ്ട്, മീനും ഉണ്ട്, എല്ലാവരും കൂടെ കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ശരി, ബൈ.